കർത്താവ് നമ്മളെ നേർവഴിക്ക് നയിക്കുന്നവനാണ്. അവൻ നമ്മളെ നീതിപാതകളിലൂടെ വഴി നടത്തുന്നവനാണ് സങ്കീർത്തനം പറയുന്നത്. അത് നമ്മൾ പലവിധമായ എതിർപ്പുകൾ നേരിടുമ്പോഴും, അതായത് നമ്മൾ വ്യാജം പറയാനോ അല്ലെങ്കിൽ വ്യാജം പ്രവർത്തിക്കാനോ മറ്റു കള്ളത്തരങ്ങൾ കാണിക്കാനോ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ളൊരു പ്രസൻറ്റേഷൻ നമ്മൾ തയ്യാറാകാത്ത സാഹചര്യങ്ങളിൽ പോലും നമ്മളെ നേർവഴിക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്നവനായ ഒരു ദൈവത്തെയാണ് നമ്മളെ സങ്കീർത്തനക്കാരൻ നമുക്ക് വരച്ചു കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് ആശങ്കപ്പെടേണ്ടതില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മളെ നേർവഴിക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. നമുക്കതുമൂലം യാതൊരുവിധ അപകടവും ഉണ്ടാകുകയില്ല എന്നാണ് ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെയാണ് സമൃദ്ധിയും സമാധാനവും. ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിൽ കർത്താവിനെ അനുഗമിക്കുന്നവർ, അവൻ്റെ വചനം കേൾക്കുന്നവർ, അവർക്ക് സമൃദ്ധി ഉണ്ടാകുന്നു, അതേപോലെ തന്നെ സമാധാനം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അവൻ നമുക്ക് ശത്രുക്കൾ മുമ്പാകെ നമുക്ക് മേശ ഒരുക്കുന്നവനെയാണ്. നമുക്ക് വേണ്ടി ഒരു മേശ അവൻ ഒരുക്കുകയാണ്. അത് കർത്താവിനെ നമ്മൾ ഇടയൻ്റെ ആ ഒരു റോളിൽ നിന്നും ഒരു ആതിഥേയൻ്റെ റോളിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവൻ നമുക്ക് വേണ്ടി തീന്മേശ ഒരുക്കുന്നവനാണ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? തീന്മേശ എന്ന് പറയുമ്പോൾ അവൻ നമുക്ക് സമൃദ്ധമായിട്ട് തരിക. എന്താ തരുന്നേ? അവന് തീന്മേശ നമ്മൾ എന്താ എടുക്കുന്നേ? ബ്ലെസ്സിങ്സ് ആണ്. അനേകമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളതായ അനുഗ്രഹങ്ങളാണ് നമുക്ക് തരുന്നത്. അതിഭയങ്കരമായ അത്ഭുതകരമായ വിടുതലുകളാണ് അവൻ നമുക്ക് തരുന്നത്. രോഗസൗഖ്യങ്ങളാണ് അവൻ നമുക്ക് തരുന്നത്. അതവൻ തരുമ്പോൾ അവൻ